ഹായ് സ്റ്റുഡൻസ്, നമുക്കിന്ന് രണ്ട് എക്സസൈസ് നോക്കാം ഈ ക്ലാസ്സിൽ. ഒന്നാമത്തത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയതാണ് സ്ലോ സ്റ്റെപ്സ് ഇൻവോൾവ് ആയിട്ടുള്ള റിയാക്ഷൻ അല്ലേ. അപ്പൊ നമുക്ക് ഒരു റേറ്റ് ലോ എന്ന് പറഞ്ഞ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ് അവിടെ പറയുന്നത്. റേറ്റ് ലോ എഴുതണമെങ്കിൽ നമുക്ക് സ്ലോ സ്റ്റെപ്പ്, ആ സ്ലോ സ്റ്റെപ്പ് ഏതാണോ, ഒരു മെക്കാനിസം എഴുതുമ്പോൾ സ്ലോ സ്റ്റെപ്പ് ഏതാണോ അതില്ല റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ നോക്കിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന റേറ്റ് ലോ എഴുതുന്നത്. അത് ബൈ എക്സ്പെരിമെന്റ് ആണ്. ലോ മാസ് ആക്ഷൻ അപ്രകാരമല്ല, ഒരു ബാലൻസ് ഇക്വേഷനിൽ നിന്ന് എഴുതുന്നതാണ്. അതിന്റെ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ ഈക്വൽ ടു ദ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് ഓഫ് ദാറ്റ് സ്പീഷീസ് ഇൻ ദ ബാലൻസ്ഡ് ഇക്വേഷൻ. അത് ലോ ഓഫ് മാസ് ആക്ഷൻ പ്രകാരം. പക്ഷെ ആസ് പെർ റേറ്റ് ലോ എന്നത് എക്സ്പെരിമെന്റൽ വാല്യൂ ആണ്, നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ മെക്കാനിസം എഴുതുമ്പോൾ അതില്ല ഏതാണ് സ്ലോ സ്റ്റെപ്പ്, അതിലെ കോൺസെൻട്രേഷൻ, റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ ആണ് റേറ്റ് ലോ. റേറ്റ് ലോ ഒരു എന്താ പറയാ എക്സ്പെരിമെന്റൽ വാല്യൂ ആണ്. അപ്പൊ നോക്കാം, ഫോർ എ റിയാക്ഷൻ രണ്ട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ എക്സസൈസ്, ഫോർ എ റിയാക്ഷൻ 2NO2 plus F2 gives 2NO2F. നോക്കുക, 2NO2 plus F2 gives 2NO2F. The experimental rate law equal to തന്നിട്ടുണ്ട് rate equal to K into concentration of NO2 to the power 1 and concentration into F2 to the power 1. ഇതാണ് റേറ്റ് ലോ പറഞ്ഞിരിക്കുന്നത്. പ്രൊപ്പോസ് ദ മെക്കാനിസം ഓഫ് ദ റിയാക്ഷൻ. ഇവിടെ ശ്രദ്ധിക്കുക, മെക്കാനിസം എഴുതാം, മെക്കാനിസം ഉണ്ടോ ഇല്ലെന്ന് നോക്കണ്ടേ. അതിന് എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചത് നോക്കാം. NO2 കോൺസെൻട്രേഷൻ NO2, ഇതിന് പവർ 1 ആണ്, സിംഗിൾ പവർ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എത്രയാണ്? 2 ആണ്. കണ്ടോ, സെയിം ആണോ? അല്ല. അപ്പൊ തീരുമാനിക്കാം മെക്കാനിസം ഉണ്ടെന്നാണ്. F2 ന്റെ പവർ 1, F2 ഓക്കെ. ഏതെങ്കിലും ഒരാളുടെ തെറ്റിയിട്ടുണ്ടല്ലോ ഇവിടെ അല്ലേ. ഇതാണ് നമുക്ക്, ഇത് എന്താ പറയുക എക്സ്പെരിമെന്റ് ആണ്, മനസ്സിലായത്. അതുകൊണ്ട് റേറ്റ് ലോ, എക്സ്പെരിമെന്റ് വഴി എഴുതുന്നതെല്ലാം റേറ്റ് ലോ ആണ്. അപ്പൊ നമുക്ക് ഈ റേറ്റ് എക്സ്പ്രഷൻ, അപ്പൊ നമുക്ക് മെക്കാനിസം ഉണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ഇതില് സ്ലോ സ്റ്റെപ്പിൽ NO2 F2 ഉണ്ടായിരിക്കണം. സ്ലോ സ്റ്റെപ്പിൽ നമ്മൾ എഴുതുമ്പോൾ 2 molecule of NO2 ഉണ്ട്, അതിൽ 1 molecule of NO2 എടുത്താൽ മതി. കാരണം ഈ സ്ലോ സ്റ്റെപ്പ് എഴുതുമ്പോൾ അവിടെ 1 എന്ന് പറഞ്ഞാൽ 1 molecule എന്നാണ് മീനിങ്. അതുകൊണ്ട് ഒരു NO2 എടുത്ത് വിടുന്നു, 2 ഔട്ട് ഓഫ് 2 NO2 ഒരു NO2 പ്ലസ് F2 റിയാക്ട് ചെയ്തു, NO2F ഉണ്ടായി. എന്താ NO2F ഉണ്ടായി പ്ലസ് ഒരു F. ഇതാണ് അതിന്റെ റിയാക്റ്റീവ് ആണ്. അവൻ ഉണ്ടായത് കൊണ്ടാണ് അടുത്ത സ്റ്റെപ്പ് ഫാസ്റ്റ് റിയാക്ട് സ്റ്റെപ്പ് ആവുന്നത്. ഇത് അതുകൊണ്ട് സ്ലോ സ്റ്റെപ്പ് ആണ്. ദിസ് ഈസ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. ഇതാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്, അഥവാ അല്ലേ റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്ന സ്റ്റെപ്പാണ്. നെക്സ്റ്റ്, ഇനി ഔട്ട് ഓഫ് NO2 ഒരു NO2 ഇനി ബാലൻസ് ഒരു NO2 കൂടി ഉണ്ടല്ലോ, പ്ലസ് ഇതിലെ റിയാക്റ്റീവ് F ചേർത്തിട്ട് NO2F കണ്ടോ. ഇപ്പൊ നോക്കാം, ഓവർ റിയാക്ഷൻ നോക്കുമ്പോൾ NO2 2NO2 പ്ലസ് 1F2 gives ഈ Fഉം Fഉം ക്യാൻസൽ ആയി പോകും. റൈറ്റ് സൈഡിൽ 2NO2F. നോക്കാം, ഇത് ഓവറോൾ റിയാക്ഷൻ ആണ്. ഇവിടെ പ്രൊപ്പോസ് മെക്കാനിസം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മെക്കാനിസം നോക്കിയേ, ഈ പറഞ്ഞിരിക്കും ഓവറോൾ റിയാക്ഷൻ വരുമ്പോൾ നമുക്ക് തിരിച്ച് ആ ഇക്വേഷൻ തന്നെ കിട്ടുന്നുണ്ട്, അത് നോക്കുക. ഇത്രയേ ഉള്ളൂ ഓവറോൾ റിയാക്ഷൻ. നമുക്ക് സ്ലോ സ്റ്റെപ്പ് ഇത് ഫാസ്റ്റ് ആണെന്ന് എഴുതി കാണിക്കണം കേട്ടോ. ഫാസ്റ്റ് ആവാൻ കാരണം ഇവൻ ഉണ്ടായി ഫ്ലോറിൻ ആറ്റം അതിൽ റിയാക്റ്റീവ് ആണ്. അപ്പോൾ ഇവന്റെ ഈ സ്ലോ സ്റ്റെപ്പിന്റെ റേറ്റ് ആണ് നമ്മൾ റിയാക്ഷൻ റേറ്റ് ഇടുന്നത്. റേറ്റ് ഈക്വൽ ടു എന്താണ്, എന്താ പറയുക, K into concentration of NO2. അതിൽ നോക്കുക കോഎഫിഷ്യന്റ് എത്രയാണ്. കോഎഫിഷ്യന്റ് ഇവിടെ ഒന്നുമില്ല, 1 അല്ലേ, ആ 1 ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് F2 ഉണ്ടാവും, F2 അതിന്റെ പവർ, അതാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന പ്രൊപ്പോസ് ദ മെക്കാനിസം. ഈ 1 2 3 ഫസ്റ്റ് സ്ലോ സ്റ്റെപ്പും ഫാസ്റ്റ് സ്റ്റെപ്പും ഒരു ഓവർ റിയാക്ഷൻ എഴുതിയാൽ മതി. ശ്രദ്ധിക്കണം, നമുക്ക് മോളിക്യുലാരിറ്റി നോക്കുക 3 ആണ്. 3നേക്കാൾ കൂടുതൽ ആണ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റേറ്റ് ലോ നോക്കുക. അവനെ വെച്ചിട്ടാണ് കോംപ്ലക്സ് റിയാക്ഷൻ ആണോ തീരുമാനിക്കുന്നത്. ചിലപ്പോൾ മോളിക്യുലാരിറ്റി നോക്കി പറയാൻ പറ്റില്ല, മോളിക്യുലാരിറ്റി നോക്കി ഓൾമോസ്റ്റ് പറയാൻ പറ്റില്ല. എലിമെന്ററി റിയാക്ഷൻ ആയിട്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആവും.
അത് ഒരൊറ്റ സിംഗിൾ സ്റ്റെപ്പിലൊക്കെ നടക്കാം. അങ്ങനെ ശ്രദ്ധിച്ച് നോക്കണം നിങ്ങൾ കേട്ടോ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. എന്താണ്? അപ്പൊ ഒന്നാമത്തെ ഒരു മെക്കാനിസം മാത്രം എഴുതാനേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല അതിനകത്ത്. ഇനി എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? The reaction 2NO plus Br2 gives reaction എഴുതിക്കോളൂ. എന്താണ്? The reaction 2NO plus Br2 gives 2NO Br. ഈ റിയാക്ഷൻ പ്രൊസീഡ്സ് ബൈ ദ ഫോളോയിങ് മെക്കാനിസം. രണ്ട് മെക്കാനിസം വഴിയാണ് എന്താ പറയുക ആ റിയാക്ഷൻ നടക്കുന്നത്. NOBr2 സ്റ്റെപ്പ് 1 അത് ഫാസ്റ്റ്, അതുകൊണ്ടാണ് ഇവിടെ ഇക്വിലിബ്രിയം കാണിച്ചിരിക്കുന്നത്. അരമാർക്ക് നമുക്ക് ഇക്വിലിബ്രിയം കാണിച്ചിരിക്കുന്നത് NOBr2. അപ്പൊ രണ്ട് മെക്കാനിസം വഴിയാണ് നിൽക്കുന്നത്. ഒന്നാമത്തെ മെക്കാനിസം NO പ്ലസ് Br2 ഇത് ഇക്വിലിബ്രിയം ആണ്. കാരണം എന്താണ്? ഫാസ്റ്റ് ആയതുകൊണ്ട് ഇക്വിലിബ്രിയം ഫാസ്റ്റ് ആണ്. NOBr2 ഫോം ചെയ്തു. സെക്കൻഡ് എന്താണ്? NOBr2 പ്ലസ് NO, അത് സ്റ്റെപ്പ് 2 ആണ്. സ്റ്റെപ്പ് 2 ഇവിടെ എന്താ പറയുന്നത്? സ്ലോ ആണ്. അപ്പൊ റേറ്റ് ഡിറ്റർമിൻ സ്റ്റെപ്പ് 1 അല്ല, സ്റ്റെപ്പ് 2 ആണ്. അപ്പൊ എല്ലായ്പ്പോഴും 1 ആണ് എന്ന് വിചാരിക്കരുത് കേട്ടോ. NOBr. അപ്പൊ ഇതാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം അവിടെ ചോദിച്ചിരിക്കുന്നത് സജസ്റ്റ് എ റേറ്റ് ലോ കൺസിസ്റ്റന്റ് വിത്ത് ദ മെക്കാനിസം. മെക്കാനിസമായിട്ട് കൺസിസ്റ്റന്റഡ് ആയിട്ടുള്ള ഒരു റേറ്റ് ലോ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റേറ്റ് ലോ എഴുതണം. റേറ്റ് ലോ എഴുതുന്നത് എപ്രകാരമാണ്? നമുക്ക് ഈ ഇക്വേഷനിൽ തന്നെ എഴുതേണ്ടത്. നമുക്കറിയാം അതിന്റെ മെക്കാനിസം ഇങ്ങനെയാണെങ്കിൽ അതിന്റെ സ്ലോ സ്റ്റെപ്പ് ഏതാണ്? രണ്ടാമത്തെ സ്റ്റെപ്പ്. അതാണ് അതിന്റെ റേറ്റ് എഴുതേണ്ടത്. റേറ്റ് എഴുതിക്കോളൂ. റേറ്റ് ഈക്വൽ ടു or R equal to K into concentration of NOBr2, concentration of NOBr2 into concentration of ഇവിടെ നോക്കാം പവർ ഒന്നും എഴുതണ്ടല്ലോ, ഇവിടെ 1 അല്ലേ, into concentration of NO. ഇവിടെ കോഎഫിഷ്യന്റ് എത്രയാണ്? 1 ആണ്, അതുകൊണ്ട് 1. ഓക്കെ, ഇങ്ങനെ റേറ്റ് എനിക്ക് എഴുതാം. ശ്രദ്ധിക്കുക, ഈ റിയാക്ഷൻ എവിടെയാണ്? റിയാക്ടന്റ് നമ്മൾ ഇത്ര നേരം പല റിയാക്ഷൻ എഴുതുമ്പോൾ റിയാക്ടന്റ് അവിടെ ഉണ്ടാവും. മെയിൻ റിയാക്ഷനിൽ, ഓവറോൾ റിയാക്ഷനിൽ ഇവിടെ എവിടെ? NOBr2 റിയാക്ടന്റ് സൈഡ്. ഈ റിയാക്ഷൻ നടക്കുമ്പോൾ പ്രൊഡക്റ്റും റിയാക്ടൻസും ഉണ്ട്. റിയാക്ടന്റ് സൈഡ് എവിടെയാണ്? NOBr2 ഇല്ല. അടുത്ത ആള് NO. ഓക്കെ, NO ഉണ്ട്. നമുക്ക് NO ഇവിടെ ആൾറെഡി ഉണ്ട്. അപ്പോൾ NOBr2 ഇല്ല, NO ആൾറെഡി ഉണ്ട്, NO ആൾറെഡി ഉണ്ട്. അപ്പൊ നമുക്കറിയാം NO ഓക്കെ, Br2 ഇല്ല. അപ്പൊ NOBr2 ഇല്ല, നമുക്ക് Br2 ഫോമിലേക്ക് മാറ്റണം. അതാണ് നമുക്ക് തിങ്ക് ചെയ്യേണ്ടത്. ഈ പറയുന്ന റിയാക്ടൻസ് രണ്ടും ഈ മെയിൻ റിയാക്ഷൻ ഉണ്ടായിരിക്കണം. ഓവറോൾ റിയാക്ഷൻ എഴുതുമ്പോൾ ഒരേ ആളെ ഉള്ളൂ മനസ്സിലാക്കണം. റേറ്റ് ലോ എഴുതുമ്പോൾ എപ്പോഴും റിയാക്ടൻസിൽ രണ്ട് റിയാക്ടൻസിനും രണ്ട് റിയാക്ടൻസിന്റെ പ്രൊഡക്റ്റാ, കോൺസെൻട്രേഷൻ പ്രൊഡക്റ്റാ. ഇവിടെ നോക്കി ഒരു റിയാക്ടന്റ് ഉണ്ട് NO, Br2 ഇല്ല, പകരം NOBr2 ആണ്. അപ്പൊ അവിടെ ലോജിക് സെൻസ് ചെയ്യാം. ഇവനെ എന്തെങ്കിലും രീതിയിൽ Br2 ആക്കി മാറ്റണം, എന്നാലേ നടക്കൂ അല്ലേ. അപ്പൊ നോക്കാം നമുക്ക് ഈ പറയുന്ന NOBr2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് 2 ഇല്ലേ, കണ്ട എവിടെയാണ്? ഫസ്റ്റ് ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇന്റർമീഡിയറ്റ് ആണെന്ന് അറിയാലോ. നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ആരാണ്? പ്രൊഡക്റ്റ് സൈഡ് നോക്കൂ. NOBr2 എന്ന സാധനം ഉണ്ടോ? ഈ പറഞ്ഞ NOBr2 പ്രൊഡക്റ്റിലുണ്ടോ? അല്ല. അപ്പൊ ഈ സാധനം ആരാണ്? പ്രൊഡക്റ്റുമല്ല, ഇന്റർമീഡിയറ്റ്. എന്താണ് ഇത്? എന്താണ്? ഇന്റർമീഡിയറ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. അത് ഇന്റർമീഡിയറ്റ് മനസ്സിലാവുന്നത് എങ്ങനെയാണ്? പ്രൊഡക്ട്സ് നോക്കുക. നിങ്ങൾ പ്രൊഡക്റ്റ് അല്ല, അത് പ്രൊഡക്റ്റ് NOBr ആണ്. അപ്പൊ NOBr2 പ്രൊഡക്റ്റ് അല്ല, ഇന്റർമീഡിയറ്റ് ആണ് മനസ്സിലാക്കി. അപ്പോൾ ഇന്റർമീഡിയറ്റ് ആണ് എങ്കിൽ നോക്കുക, ആ റിയാക്ഷൻ എവിടെ? ഇത് അവന്റെ എന്താ പറയാ, ഈ റിയാക്ഷന്റെ റേറ്റ് എഴുതി ഇന്റർമീഡിയറ്റ് ആയതുകൊണ്ട് റേറ്റ് ഈക്വൽ ടു നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇത് നോക്കുക. NOBr2 ഈ റിയാക്ഷൻ നമ്മൾ സെലക്ട് ചെയ്തു. കാരണം എന്താണ്? ഇത് NOBr2 ഇന്റർമീഡിയറ്റ് ആയതുകൊണ്ട് അവന്റെ റിയാക്ഷൻ സെലക്ട് ചെയ്തു. അവിടെ റേറ്റ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ റേറ്റ് എടുക്കേണ്ട, അവിടെ നിങ്ങൾക്ക് റേറ്റ് എടുക്കേണ്ട. നമുക്ക് ഇന്റർമീഡിയറ്റിന്റെ റേറ്റ് കാൽക്കുലേഷന്റെ ആവശ്യമില്ല. കാരണം എന്താണ്? റേറ്റ് എപ്പോഴും ഡിറ്റർമൈൻ ചെയ്യുന്നത് സ്ലോ സ്റ്റെപ്പ് ആണ്. സ്ലോ സ്റ്റെപ്പ് ആയതുകൊണ്ട് റേറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഇക്വേഷൻ ഇക്വിലിബ്രിയം ആണ് അല്ലേ? ഇക്വേഷൻ എന്താണ്? ഇക്വിലിബ്രിയം ആണ്. അതുകൊണ്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനായില്ല. നോക്കുക, ഇത് ഇക്വിലിബ്രിയം ആണ്, അതുകൊണ്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. K ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ അല്ലേ? കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ആണ് NOBr2 ഡിവൈഡഡ് ബൈ
product of the concentration of the reactant, അതാണ് equilibrium constant. Concentration of NO into concentration of Br2. ഇതാണ് K എന്ന് പറഞ്ഞാൽ equilibrium അല്ലേ, കോൺസ്റ്റന്റ് ആണ്, equilibrium constant. ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇതിൽ നിന്ന് നമ്മളിവിടെ ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകട്ടോ. NOBr2 ഫൈൻഡ് ഔട്ട് ചെയ്യും. Therefore concentration of NOBr2 equal to K, ഇത് മൾട്ടിപ്ലൈ K into capital K into equilibrium constant. Concentration of NO into concentration of Br2 നോക്കുക. ഇനി NOBr2 നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഈ റേറ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. R equal to റേറ്റ് ഇക്വേഷൻ K സ്മോൾ ലെറ്റർ K into NOBr2 ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് NOBr2 സബ്സ്റ്റിറ്റ്യൂട്ട്? ഇത്രയുണ്ട് K into ഒരു വേറെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ K ആണ്. ഈ ഇക്വേഷനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് റേറ്റ് ഈക്വൽ ടു ഈ K into NOBr2 ന്റെ K into ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K into NO concentration of NO into concentration of Br2. അപ്പോൾ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ആരും ബാക്കിയുള്ളത് concentration of NO കോൺസെൻട്രേഷൻ എത്ര ആക്കി എഴുതാം? ഈ കെയും തമ്മിൽ ചെയ്തിട്ട് രണ്ട് കോൺസ്റ്റന്റുകളാണ് ചേർത്ത് K ഡാഷ് ഒരു വേറെ കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റന്റ് കിട്ടും K ഡാഷ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NO രണ്ട് കോൺസെൻട്രേഷൻ പവർ എന്ത് ചെയ്താൽ മതി, സ്ക്വയർ ഇട്ടാൽ മതി, ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Br2. നോക്കുക ഇവിടെ നോക്കുക, നിങ്ങൾ കണ്ടോ ഈ റിയാക്ടന്റിന്റെ നോക്കി, നിങ്ങൾ രണ്ട് റിയാക്ടൻസും വന്നിട്ടുണ്ടെന്ന് റേറ്റ് പറയുമ്പോൾ NO വന്നിട്ടുണ്ട്, Br വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കേണ്ടത് റേറ്റ് പറയുമ്പോൾ ഈ സ്ലോ റിയാക്ഷൻ ആയിട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ നോക്കി NOBr2 ഈ ഇക്വേഷനിൽ ഏതെങ്കിലും റിയാക്ടന്റ് ആണോ? അല്ല. അതുകൊണ്ട് തിങ്ക് ചെയ്യണം NOBr2 നമ്മൾ മാറ്റി എഴുതണം. NOBr2 ഉള്ളത് ആരാണ്? ഈ ഇക്വേഷൻ ഫാസ്റ്റിന്റെ റേറ്റ് എഴുതാൻ പാടില്ല. എന്താ റേറ്റിൽ റിട്ടേൺ സ്റ്റെപ്പ് ആരാണ്? സ്ലോ സ്റ്റെപ്പ്. അതുകൊണ്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. അതുകൊണ്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുന്നു. NOBr2 കോൺസെൻട്രേഷൻ ബൈ കോൺസെൻട്രേഷൻ ഓഫ് NOBr2. അതിൽ നിന്ന് NOBr2 കണ്ടുപിടിച്ചു. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ റേറ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴാണ് ചെയ്തപ്പോൾ K ഡാഷ് NO ടു ദ പവർ 2 Br2 കോൺസെൻട്രേഷൻ Br2 ടു ദ പവർ 1. ഏതാണ്ട് ഇത് തന്നെയാണ്, സെയിം തന്നെയായിട്ട് വന്നില്ല. ഇതിന്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റും ഇതിന്റെ പവർ ഈക്വൽ ആയിട്ട് വന്നു, സെയിം ആയിട്ട് വന്നു. അപ്പൊ അതിന് നമ്മൾ എങ്ങനെ എഴുതണം എന്ന് തീരുമാനിക്കണം. മനസ്സിലായി? ഇവിടെ രണ്ട് മെക്കാനിസത്തിൽ കൂടിയാണ് റിയാക്ഷൻ നടക്കുന്നതായിട്ട് പറയുന്നത്. സോ സജസ്റ്റ് റേറ്റ് ലോ കൺസിസ്റ്റന്റ് വിത്ത് മെക്കാനിസം പ്രകാരമുള്ള ഒരു റേറ്റ് ലോ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ സ്റ്റെപ്പ് 2 വെച്ചാണ് നമ്മൾ റേറ്റ് ഇക്വേഷൻ എടുക്കുന്നത്, കാരണം സ്ലോ സ്റ്റെപ്പ് ആണ്. അപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിൽ ഒരാള് നമ്മുടെ മെയിൻ ഇക്വേഷനിൽ ഒരു റിയാക്ടന്റ് അല്ല, അത് പ്രൊഡക്റ്റും അല്ല, സോ ഇന്റർമീഡിയറ്റ് ആണ്. അപ്പോൾ അവന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിച്ചു, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇക്വേഷനിലേക്ക്. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഈ ലോജിക് സെൻസ് യൂസ് ചെയ്യുക. നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ലൊരു സ്റ്റാൻഡേർഡ് എക്സസൈസസ് ആണ് കേട്ടോ.